ഹായ് ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് 5ാം ക്ലാസ്സിലെ മക്കൾക്ക് ഇക്കഴിഞ്ഞ ക്രിസ്മസ് പരീക്ഷയുടെ ഗണിതത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേയായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 5ാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളുടെയും വീഡിയോസ് STD 5 2024 എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി മാത്സിൻ്റെ വീഡിയോസ് മാത്രം മതിയെങ്കിൽ STD 5 മാത്സ് എന്നുള്ള പ്ലേലിസ്റ്റിലും, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രം മതിയെങ്കിൽ STD 5 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള പ്ലേലിസ്റ്റിലും ലഭ്യമാണ് കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. പ്രവർത്തനം 1. നമുക്കിവിടെ ഒരു വലിയ ചതുരത്തെ 8 സമഭാഗങ്ങളാക്കി ഭാഗിച്ചിരിക്കുന്ന ഒരു ചിത്രമാണ് തന്നിട്ടുള്ളത് കേട്ടോ. ചിത്രത്തിൽ ഒരു വലിയ സമചതുരത്തെ 8 തുല്യ സമഭാഗങ്ങളാക്കിയിരിക്കുന്നു. ചോദ്യം A. ഷെയ്ഡ് ചെയ്തത് വലിയ സമചതുരത്തിൻ്റെ എത്ര ഭാഗമാണ്? നോക്കിക്കേ, ഒരു ഭാഗം മാത്രമേ 8 ചെറിയ ത്രികോണങ്ങളുണ്ട് ആ ചതുരത്തിൽ. അതിൽ ഒരു ത്രികോണത്തിന് മാത്രമേ ഷെയ്ഡ് ചെയ്തിട്ടുള്ളൂ, അഥവാ നിറം കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് 8ൽ ഒരു ഭാഗമാണ്. 1/8, 1/8, 1/8 എന്ന് എഴുതാവുന്നതാണ് കേട്ടോ. 8ൽ ഒരു ഭാഗമാണ്. ചോദ്യം B. 4 സെൻറ്റിമീറ്റർ വശമുള്ള സമചതുരം വരച്ച് അതിനെ 16 സമഭാഗങ്ങളാക്കുക. അപ്പോൾ ഇത് വരയ്ക്കാൻ നമ്മൾ ആദ്യത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് 4 സെൻറ്റിമീറ്റർ വശമുള്ള സമചതുരം വരയ്ക്കുന്നത്? ആദ്യം ഒരു സ്കെയിൽ എടുക്കുന്നു, അതിലൊരു 4 സെൻറ്റിമീറ്റർ വര വരയ്ക്കുന്നു. എന്നിട്ട് നമ്മൾ കോമ്പസ് ഉപയോഗിച്ച് സ്കെയിലിൽ 4 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്ത ശേഷം അതുപയോഗിച്ച് നമ്മൾ 2 ഭാഗത്തുനിന്നും ലൈൻസ് കണക്ട് ചെയ്ത് കൊടുക്കുന്നു. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മട്ടം ഉപയോഗിച്ച് നിങ്ങൾക്ക് വരയ്ക്കാം. അതല്ലെങ്കിൽ പ്രൊട്രാക്ടറിൽ നിങ്ങൾക്ക് 90 ഡിഗ്രി എടുത്തിട്ട് അങ്ങനെയും വരയ്ക്കാവുന്നതാണ്. എന്തായാലും 4 വശങ്ങളും 4 സെൻറ്റിമീറ്റർ ആയിരിക്കണം. ഓക്കെ, അങ്ങനെ 4 സെൻറ്റിമീറ്റർ വശമുള്ളൊരു സമചതുരം വരച്ച് അതിനെ 16 സമഭാഗങ്ങളാക്കുക. അത് പല രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ നിങ്ങൾക്കൊരു രീതി ചെയ്ത് കാണിക്കുന്നുണ്ട്. നോക്കിക്കേ, നേരെ ഒരു വര വരച്ചു. എന്നിട്ട് അതിന് എന്ത് ചെയ്തു? താഴേക്ക് 8 കള്ളികൾ വരച്ചു. അപ്പോൾ 16 ചെറിയ സമചതുരങ്ങൾ നമുക്കതിൽ കിട്ടുന്നതാണ്. അതല്ലാതെയും നിങ്ങൾക്ക് 16 സമഭാഗങ്ങളാക്കാം. ചോദ്യം C. നിങ്ങൾ വരച്ച സമചതുരത്തിൻ്റെ 1/2 ഭാഗം ഷെയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ 2ൽ ഒരു ഭാഗം ഷെയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ പകുതി ഭാഗം ഷെയ്ഡ് ചെയ്യുക, എങ്ങനെയും വായിക്കാവുന്നതാണ്. അപ്പോൾ പകുതി ഭാഗം ഷെയ്ഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അർത്ഥമാക്കുന്നത് മക്കളെ? നിങ്ങൾക്ക് 16 സമചതുരങ്ങളുണ്ട് അല്ലേ? അപ്പോൾ അതിൽ 8 സമചതുരങ്ങളും ഷെയ്ഡിൽ ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ അത് ആ ചതുരത്തിൻ്റെ അരഭാഗം ആവുകയുള്ളൂ. ചോദ്യം D. 3/4 അല്ലെങ്കിൽ 4ൽ 3 ഭാഗം എന്ന് വായിക്കാം, അല്ലെങ്കിൽ 3/4 എന്നും വായിക്കാം അല്ലേ? 3/4 ഭാഗത്തിന് തുല്യമല്ലാത്തത് താഴെ തന്നിട്ടുള്ളവയിൽ ഏതാണ്? A. 12/16. 12/16 നമ്മൾ ചെറുതാക്കുമ്പോൾ, അതായത് 12നെ നമുക്ക് 4 കൊണ്ട് ഹരിക്കാം, 16നെയും 4 കൊണ്ട് ഹരിക്കാം. അപ്പോൾ 12നെയും 16നെയും നമുക്ക് ചെറുതാക്കുമ്പോൾ 3/4 എന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതല്ല. B. 6/8. 6/8 എന്ന് പറയുമ്പോൾ 6നെ നമുക്ക് 2 കൊണ്ട് ഹരിക്കുമ്പോൾ 3 ആക്കിയിട്ട് ചെറുതാക്കാം. അതുപോലെ 8നെയും 2 കൊണ്ട് ഹരിക്കുമ്പോൾ 4 ആക്കിയിട്ട് ചെറുതാക്കാം. അപ്പോൾ അതും 3/4 തുല്യമാണ്. C. 8/12. 8/12നെ നമുക്ക് ഭാഗിച്ച് 3/4 എത്തിക്കാനായിട്ട് സാധിക്കില്ല. D. 15/20. അതിനെയും നമുക്ക് 5 കൊണ്ട് ഹരിച്ചാൽ 3/4 എന്നുള്ളതിലേക്ക് എത്തിക്കാം. അപ്പോൾ ഉത്തരം C ആണ്. 8/12 ഉത്തരം. പ്രവർത്തനം 2. അളവുകളെ ഭിന്ന രൂപത്തിലും ദശാംശ രൂപത്തിലും എഴുതി പട്ടിക പൂർത്തിയാക്കുക. നമുക്കിവിടെ വ്യത്യസ്ത അളവുകളും അതുപോലെ അതിൻ്റെ ഭിന്ന രൂപം എന്താണ്, ദശാംശ രൂപം എന്താണ് എന്നിങ്ങനെ 2 കോളവും തന്നിട്ടുണ്ട്. അത് പൂർത്തിയാക്കി നോക്കാം. ആദ്യത്തെ അളവ് 7 സെൻറ്റിമീറ്റർ 8 മില്ലിമീറ്റർ എന്നുള്ളതാണ്. 7 സെൻറ്റിമീറ്റർ എന്ന് വെച്ചാൽ നമുക്ക് അതിനെ എത്ര മില്ലിമീറ്റർ ആക്കി എഴുതാം മക്കളെ? 7 × 10 അല്ലേ? 1 സെൻറ്റിമീറ്റർ എന്ന് വെച്ചാൽ 10 മില്ലിമീറ്റർ ആണ്. അപ്പോൾ 7 സെൻറ്റിമീറ്റർ എന്ന് വെച്ചാൽ 70 മില്ലിമീറ്റർ ആണ്. അതിലേക്ക് 8 മില്ലിമീറ്റർ കൂടെ കൂട്ടുന്നപ്പോൾ 78 മില്ലിമീറ്റർ. അപ്പോൾ അതിനെ ഭിന്ന രൂപത്തിൽ എങ്ങനെ എഴുതാം? നമുക്ക് 78/10 എന്ന് എഴുതാം. 78/10 എന്ന് എഴുതാം. ദശാംശ രൂപത്തിൽ എങ്ങനെ എഴുതാം? 7.8 സെൻറ്റിമീറ്റർ എന്നെഴുതാം. 7.8 സെൻറ്റിമീറ്റർ. രണ്ടാമത്തെ അളവ് 9 ലിറ്റർ 675 മില്ലി ലിറ്റർ. ഇതിനെ ലിറ്ററിലേക്ക് ആക്കി എങ്ങനെ എഴുതാം? 9 ലിറ്റർ എന്ന് പറയുമ്പോൾ 1000 ലിറ്റർ ആണ് 1 മില്ലി ലിറ്റർ ആണ് 1 ലിറ്റർ. അപ്പോൾ അതുകൊണ്ട് 9 ലിറ്റർ എന്ന് പറയുമ്പോൾ 9000 മില്ലി ലിറ്റർ ആണ്. 9000 കൂട്ടണം 675 വരുമ്പോൾ 9675.
അപ്പോൾ അതിനെ 9675 ഭാഗം 1000 ലിറ്റേഴ്സ് എന്നെഴുതാം. ദശാംശ രൂപത്തിൽ നമുക്കതിനെ 9.675 ലിറ്റർ എന്നെഴുതാം. മൂന്നാമത്തെ അളവ് 7 കിലോഗ്രാം 125 ഗ്രാമാണ്. 1000 ഗ്രാമാണ് 1 കിലോഗ്രാം എന്ന് പറയുന്നത്. അതുകൊണ്ട് 7 കിലോഗ്രാം എന്നുള്ളത് എത്രയാവും? 7000 ഗ്രാം ആവും അല്ലേ? 7000 കൂട്ടണം 125 എന്ന് പറയുമ്പോൾ 7125 ഭാഗം 1000 കിലോഗ്രാമാണ് ഭിന്നരൂപത്തിൽ എഴുതാൻ പറ്റുന്നത്. ദശാംശ രൂപത്തിൽ നമുക്കതിനെ 7.125 കിലോഗ്രാം എന്നെഴുതാം. നാലാമത്തെ അളവ് 4 മീറ്റർ 85 സെൻറ്റിമീറ്റർ ആണ്. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്ററിന് തുല്യമാണ്. അതുകൊണ്ട് 4 മീറ്റർ എന്ന് പറയുമ്പോൾ 400 സെൻറ്റിമീറ്റർ ആയി. 400 കൂട്ടണം 85 എന്ന് പറയുമ്പോൾ 485 സെൻറ്റിമീറ്റർ ആണ്. അതുകൊണ്ട് അതിനെ ഭിന്ന രൂപത്തിൽ നമുക്ക് 485 ഭാഗം 100 മീറ്റർ എന്നെഴുതാം. ദശാംശ രൂപത്തിൽ 4.85 മീറ്റർ എന്ന് എഴുതാം. അവസാനത്തേത് 8 മില്ലിമീറ്റർ ആണ്. 8 മില്ലിമീറ്റർ എന്ന് വെച്ചാൽ എത്രയാണ് മക്കളെ? 10 മില്ലിമീറ്റർ ആണ് 1 സെൻറ്റിമീറ്റർ. അതുകൊണ്ട് അതിനെ സെൻറ്റിമീറ്ററിലേക്ക് എഴുതുമ്പോൾ നമുക്ക് 8 ഭാഗം 10 സെൻറ്റിമീറ്റർ എന്നെഴുതാം. ദശാംശ രൂപത്തിൽ എഴുതുമ്പോൾ 0.8 സെൻറ്റിമീറ്റർ എന്നാണ് 8 മില്ലിമീറ്റർ വരുന്നത്. പ്രവർത്തനം 3 നോക്കിക്കേ. രാധ തിരുവനന്തപുരത്ത് നിന്നും 7:45 ട്രെയിനിൽ യാത്ര പുറപ്പെട്ട് അന്നേ ദിവസം 11:15 കോട്ടയത്ത് എത്തി. അന്ന് തന്നെ കോട്ടയത്ത് നിന്നും 15:10 പുറപ്പെട്ട് 18:55 തിരുവനന്തപുരത്ത് എത്തി. ചോദ്യം എ. രാധ തിരുവനന്തപുരത്ത് നിന്നും കോട്ടയത്തെത്താൻ എത്ര സമയം എടുത്തു? അപ്പോൾ പുറപ്പെട്ട സമയം എന്ന് പറയുന്നത് 7:45 ആയിരുന്നു. അതുപോലെ കോട്ടയത്ത് എത്തിയ സമയം 11:15 അല്ലേ? അപ്പോൾ ആകെ എത്ര സമയം എടുത്തു? 7:45 നിന്ന് 8 മണിയാവാൻ എത്ര സമയം വേണം? 15 മിനിറ്റ് വേണം. ഇനി 8 മണിയിൽ നിന്ന് 11 മണിയാവാൻ എത്ര വേണം? 8 നിന്ന് 9 ആവാൻ 1 മണിക്കൂർ, 10 ആവാൻ 2 മണിക്കൂർ, 11 ആവാൻ 3 മണിക്കൂർ. 3 മണിക്കൂർ വേണം. 11 മണിയിൽ നിന്ന് 11:15 ആവാൻ എത്ര സമയം വേണം? 15 മിനിറ്റ് വേണം. അപ്പോൾ ആകെ 15 മിനിറ്റ് കൂട്ടണം 3 മണിക്കൂർ കൂട്ടണം 15 മിനിറ്റ്. 3 മണിക്കൂർ 30 മിനിറ്റാണ് തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയത്തെത്താൻ എടുത്ത സമയം. ചോദ്യം ബി. കോട്ടയത്ത് നിന്നും തിരുവനന്തപുരത്തേക്കുള്ള യാത്രയ്ക്കെടുത്ത സമയം എത്ര? കോട്ടയത്ത് നിന്ന് പുറപ്പെട്ട സമയം എന്ന് പറയുന്നത് 15:10 15:10 എന്ന് പറയുമ്പോൾ എത്രയാണ് മക്കളെ? 3:10 അല്ലേ? 3:10 സമയം. പിന്നെ തിരുവനന്തപുരത്ത് എത്തിയത് 18:55 18:55 എന്ന് പറയുമ്പോൾ 6:55 സമയം. എങ്കിൽ ആകെ യാത്രക്കെടുത്ത സമയം എത്രയാണ്? 3:10 നിന്നും 6:55 ആവാൻ എത്ര വേണമെന്ന് നോക്കിയാൽ മതി. 3:10 നിന്നും 4 മണി ആവാൻ 50 മിനിറ്റ്, 4 മണിയിൽ നിന്നും 6 മണി ആവാൻ 2 മിനിറ്റ്, 6 മണിയിൽ നിന്ന് 6:55 ആവാൻ 55 മിനിറ്റ്. അപ്പോൾ ആകെ 50 മിനിറ്റ് കൂട്ടണം 2 മണിക്കൂർ കൂട്ടണം 55 മിനിറ്റ്. അതായത് ഇത് നമ്മൾ ക്രമം തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതുമ്പോൾ നമുക്ക് 2 മണിക്കൂർ കൂട്ടണം 50 മിനിറ്റ് കൂട്ടണം 55 മിനിറ്റ് എന്ന് എഴുതാം. ഇതിൽ 50 മിനിറ്റ് കൂട്ടണം 55 മിനിറ്റ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 50 കൂട്ടണം 55 105 അപ്പോൾ 105 മിനിറ്റ്. 105 മിനിറ്റിനെ നമുക്ക് മണിക്കൂറിലേക്ക് എങ്ങനെ മാറ്റി എഴുതാം? 60 മിനിറ്റാണ് 1 മണിക്കൂർ. അപ്പോൾ 105 - 60 ചെയ്യുമ്പോൾ 1 മണിക്കൂർ അവിടെ അങ്ങനെ പോയി. പിന്നെ ബാക്കിയുള്ളത് 45 മിനിറ്റാണ്. അപ്പോൾ ആകെ 2 മണിക്കൂർ കൂട്ടണം 1 മണിക്കൂർ കൂട്ടണം 45 മിനിറ്റ്. ആകെ എടുത്ത സമയം എത്രയാണ്? 3 മണിക്കൂർ 45 മിനിറ്റാണ്. ഇതിലെ ചോദ്യം സി നോക്കൂ. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ട്രെയിൻ യാത്രയ്ക്ക് ആകെ എത്ര സമയമെടുത്തു? തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയത്തേക്ക് എത്താൻ എടുത്ത സമയം 3 മണിക്കൂർ 30 മിനിറ്റ് ആയിരുന്നു. കോട്ടയത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്താൻ എടുത്ത സമയം 3 മണിക്കൂർ 45 മിനിറ്റ് ആയിരുന്നു. അപ്പോൾ ആകെ യാത്രയ്ക്ക് എടുത്ത സമയം 3 മണിക്കൂർ 30 മിനിറ്റ് കൂട്ടണം 3 മണിക്കൂർ 45 മിനിറ്റ്. അത് മണിക്കൂറുകൾ തമ്മിൽ കൂട്ടാം. 3 കൂട്ടണം 3 6 മണിക്കൂറാണ്. പിന്നെ 30 കൂട്ടണം 45 അത് 75 മിനിറ്റാണ്. 75 മിനിറ്റ് എന്ന് പറയുമ്പോൾ മണിക്കൂറിലേക്ക് എങ്ങനെ മാറ്റി എഴുതാം? 60 മിനിറ്റാണ് 1 മണിക്കൂർ, ബാക്കി 15 മിനിറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ 6 മണിക്കൂർ കൂട്ടണം 1 മണിക്കൂർ കൂട്ടണം 15 മിനിറ്റ്. അതായത് 7 മണിക്കൂർ 15 മിനിറ്റാണ് യാത്രയ്ക്ക് എടുത്തത്. ചോദ്യം ഡി. ഒരു ക്ലോക്കിലെ സെക്കൻഡ് സൂചി 1-ൽ നിന്ന് തുടങ്ങി 1 പ്രാവശ്യം കറങ്ങി വീണ്ടും 1-ലെത്താൻ എത്ര സമയമെടുക്കും? 60 സെക്കൻഡാണ് എടുക്കുന്നത്. 60 സെക്കൻഡ് എന്ന് എഴുതാം, അല്ലെങ്കിൽ 1 മിനിറ്റ് എന്ന് എഴുതാം. 60 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 1 മിനിറ്റിന് തുല്യമല്ലേ? അതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. ചോദ്യം ഇ.
18:55 തുല്യമായ സമയം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? 8:55 AM, 8:55 PM, 6:55 AM, 6:55 PM. നമുക്കറിയാം ഇത് റെയിൽവേ ടൈമിൽ നമുക്ക് എങ്ങനെയാണ് ഉച്ചയ്ക്ക് 12 മണി വരെ നമുക്ക് 12 എന്ന് തന്നെ എഴുതാം. പിന്നെ 1 മണിക്കുള്ള നമ്മൾ 13 എന്ന് എഴുതും, 2 മണിക്ക് 14, 3 മണിക്ക് 15, 4 മണിക്ക് 16, 5 മണിക്ക് 17, 6 മണിക്ക് 18 അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ 18 എന്ന് പറയുന്നത് 6 ആണ്. 18:55 എന്ന് പറയുമ്പോൾ 6:55. AM ആണോ PM ആണോ? PM ആണല്ലേ, വൈകുന്നേരമാണ്. അപ്പോൾ PM ആണ്. 6:55 PM ആണ് ശരിയായ ഉത്തരം. പ്രവർത്തനം 4. ചോദ്യം എ. 3 കിലോഗ്രാം പഞ്ചസാര 4 പാക്കറ്റുകളിൽ തുല്യമായി നിറച്ചാൽ ഒരു പാക്കറ്റിൽ എത്ര കിലോഗ്രാം പഞ്ചസാര ഉണ്ടാകും? 3 കിലോഗ്രാം പഞ്ചസാര 4 പാക്കറ്റുകളിലാണ് നിറയ്ക്കേണ്ടത്. അപ്പോൾ 3/4 നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, 3 കിലോഗ്രാം എന്ന് പറയുമ്പോൾ എത്രയാണ് മക്കളെ? 3000 ഗ്രാം ആണ്. 3000/4 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? ഹരിച്ചു നോക്കുമ്പോൾ നമുക്ക് 750 എന്നാണ് കിട്ടുന്നത്. അതായത് ഓരോ പാക്കറ്റിലും 750 ഗ്രാം പഞ്ചസാര വീതമാണ് ഉണ്ടാവുക. ചോദ്യം ബി. 17 മിഠായികൾ 3 പേർക്ക് തുല്യമായി വീതിച്ചു കൊടുത്താൽ ഓരോരുത്തർക്കും എത്ര മിഠായികൾ വീതം ലഭിക്കും? 17 ഹരിക്കണം 3 ചെയ്താൽ മതി. അപ്പോൾ ഓരോരുത്തർക്ക് 5 മിഠായികൾ വീതമാണ് കിട്ടുന്നതെന്ന് നമുക്ക് കിട്ടും. എത്ര മിഠായികൾ മിച്ചമുണ്ടാകും? ആകെ 15 മിഠായികളാണ് ആ സമയത്താവുക. മിച്ചമുള്ളതെന്ന് പറയുമ്പോൾ ഈ ശിഷ്ടമാണ്, അവസാനം വന്ന ശിഷ്ടമാണ്. 2 മിഠായികളാണ് മിച്ചമുണ്ടാവുക. ചോദ്യം സി. 7 കിലോഗ്രാം പഞ്ചസാര ഒരുപോലെയുള്ള 4 പാക്കറ്റുകളിൽ നിറച്ചു. ഒരു പാക്കറ്റിൽ എത്ര കിലോഗ്രാം പഞ്ചസാര ഉണ്ടാകും? എങ്ങനെ കാണാം? 7/4 കിലോഗ്രാം പഞ്ചസാരയായിരിക്കും ഉണ്ടായിരിക്കുക. ഇനി ഈ പഞ്ചസാരയുടെ ഭാരം NL സംഖ്യയും ഭിന്നസംഖ്യയും ചേർന്ന രൂപത്തിൽ എഴുതുക എന്നൊരു ചോദ്യം കൂടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? 7/4 എന്ന് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു നോക്കിക്കേ. നമുക്ക് ഇങ്ങനെ കിട്ടും. ഹരണഫലം 1ഉം ശിഷ്ടം 3ഉമാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് NL സംഖ്യയും ഭിന്നസംഖ്യയും ചേർന്ന രൂപത്തിൽ എങ്ങനെ എഴുതാം? 1 3/4 എന്നാണ് എഴുതേണ്ടത്. ചോദ്യം ഡി. 1 1/4 തുല്യമായത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? എ. 5 1/4, 4 1/5, 3 1/4, 4 1/3. 5 1/4 ഉത്തരം വരുന്നത്. പ്രവർത്തനം 5. ഒരു സംഖ്യയെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ മിച്ചമായി വരാവുന്ന സംഖ്യകൾ ഏതെല്ലാം? 3, 2, 1 എന്നീ സംഖ്യകളാണ് ശിഷ്ടമായി വരാവുന്നത്. 4 വരികയാണെങ്കിൽ നമുക്ക് വീണ്ടും ആ സംഖ്യ 4 കൊണ്ട് ഹരിച്ചുകൂടെ? അപ്പോൾ 3, 2, 1 എന്നീ സംഖ്യകളാണ് വരാവുന്നത്. ചോദ്യം ബി. 5, 10, 15, 20 എന്നീ സംഖ്യാക്രമത്തിലെ സംഖ്യകളെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ വരുന്ന മിച്ചം എത്ര? 0 മിച്ചം വരുന്നത്. കാരണം ഇതെല്ലാം എന്താണ്? 5ൻ്റെ ഗുണനപ്പട്ടികയിൽ വരുന്ന സംഖ്യകളാണ്. അതുകൊണ്ട് 5 കൊണ്ട് നമുക്ക് പൂർണ്ണമായും ഹരിക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് ശിഷ്ടം 0 ആയിരിക്കും. ചോദ്യം സി. 5 കൊണ്ട് ഹരിക്കുമ്പോൾ മിച്ചം 1 വരുന്ന ഒരു സംഖ്യാക്രമം എഴുതുക. ഏതൊക്കെ വരാം? 6, 11, 16, 21 എന്നിങ്ങനെ 5ൻ്റെ ഗുണനപ്പട്ടികയോട് 1 കൂട്ടിയ രീതിയിൽ എഴുതിപ്പോയാൽ മതി കേട്ടോ. ചോദ്യം ഡി. 3 കൊണ്ട് ഹരിക്കുമ്പോൾ മിച്ചം 2 വരുന്ന ഒരു സംഖ്യാക്രമം എഴുതുക. ഏതൊക്കെ വരാം മക്കളെ? 5, 8, പിന്നെ അതുപോലെ 11, പിന്നെ 14 ഇങ്ങനെയാണ് വരുന്നത്. ചോദ്യം ഇ. ഒരു സംഖ്യയെ 9 കൊണ്ട് ഹരിച്ചപ്പോൾ ഹരണഫലം 0ഉം മിച്ചം 8ഉം കിട്ടി. സംഖ്യ താഴെ തന്നിട്ടുള്ളവയിൽ ഏതാണ്? 0 ഗുണിക്കണം 9 കൂട്ടണം 8, 1 ഗുണിക്കണം 9 കൂട്ടണം 8, 1 ഗുണിക്കണം 9 8 കൂട്ടണം 9, 0 ഗുണിക്കണം 8 കൂട്ടണം 9, 0 ഗുണിക്കണം 9 കൂട്ടണം 8 എന്നായിരിക്കും വരിക. കാരണം ഹരണഫലം എന്താണ്? 0ആണ്, അത് മുകളിൽ വരും. അതുപോലെ മിച്ചം 8 കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് അത് താഴെയായിരിക്കും. അപ്പോൾ 9 കൂട്ടണം 8 ആയിരിക്കും വരിക. അപ്പോൾ 0 ഗുണിക്കണം 9 കൂട്ടണം 8 ഉത്തരം വരുന്നത് കേട്ടോ. പ്രവർത്തനം 6. ഷെയ്ഡ് ചെയ്ത ഭാഗത്തെ സൂചിപ്പിക്കുന്ന ഭിന്നസംഖ്യ എഴുതുക. ഒരു വൃത്തം പൂർണ്ണമായിട്ട് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ വൃത്തത്തിൽ 1/4 ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 1/4, 4/1 എന്നെഴുതാം. ചോദ്യം ബി. 1/8 എന്ന ഭിന്നസംഖ്യയെ വൃത്തവും വൃത്തഭാഗവുമായി വരച്ചു കാണിക്കുക. നോക്കിക്കേ, ഞാൻ വരച്ചിട്ടുണ്ട്. ഒരു വൃത്തം മുഴുവനായിട്ടും ഷെയ്ഡ് ചെയ്തു. രണ്ടാമത്തെ വൃത്തത്തെ 8 സമഭാഗങ്ങളാക്കി അതിലൊരു ഭാഗം ഷെയ്ഡ് ചെയ്തു. ചോദ്യം സി. 1/4, 1/8, 1/3 എന്നിവയെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമത്തിൽ എഴുതിയാൽ മധ്യത്തിൽ വരുന്നത് ഏതാണ്? 1/4 ആയിരിക്കും നടുവിലായിട്ട് വരുന്നത്.
ചെറുതിൽ നിന്ന് നമുക്ക് വലുതിലേക്ക് എഴുതുമ്പോൾ എങ്ങനെ എഴുതാം മക്കളെ? 1 1/8 1 1/4 1 1/3 എങ്ങനെയാണ് വരിക? അപ്പം അതിൽ നടുവിൽ വരുന്നത് 1 1/4 ആയിരിക്കും. ചോദ്യം ഡി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ 1/3 ഭാഗം ഷെയ്ഡ് ചെയ്തത് ഏത് ചതുരത്തിലാണ്? നോക്കിക്കേ, ഡിയിലാണ് 1/3 ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. അതായത് 6 തുല്യ ചതുരങ്ങളുണ്ട്. അതിൽ 2 ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അതായത് 6ൽ 2 ഭാഗം. അതിന് നമുക്ക് എങ്ങനെ പറയാം? 3ൽ 1 എന്നും പറയാം. ആദ്യത്തേത് എഴുതരുത് കേട്ടോ. ആദ്യത്തേത് തുല്യ ഭാഗങ്ങളാക്കിയല്ല ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അത് ശരിക്കും വരുന്നത് 4ൽ 1 ഭാഗമാണ്. അപ്പോൾ ഉത്തരം വരുന്നത് ഡി ആണ് കേട്ടോ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് മക്കളെ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് ഉണ്ടായിരുന്നത്. ചെയ്തിട്ടുള്ള ചോദ്യങ്ങളൊക്കെ മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എക്സാം സിമ്പിളായിരുന്നു. മറ്റു വിഷയങ്ങളുടെ വീഡിയോസ് നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്